ഇടുക്കി പീരുമേടിന് സമീപം വനത്തിനുള്ളിൽ വനവാസി സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ്. കാട്ടാന ആക്രമണത്തിലാണ് സീതയുടെ മരണമെന്നാണ് രണ്ടു മക്കളും പറയുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറാണ് മരണം കൊലപാതകമാണെന്ന് വെളിപ്പെടുത്തിയത്. പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് പോലീസിന് കൈമാറും. വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, കഴിഞ്ഞ ദിവസം ഈ സീതയുടെ ഭർത്താവ് സംശയിക്കപ്പെടുന്നയാൾ പറഞ്ഞത് ഡോക്ടർ എങ്ങനെ കൊലപാതകമെന്ന് പുറത്തറിയിച്ചു എന്നാണ്. ഇപ്പോൾ മക്കളും പറയുന്നത് കാട്ടാന ചവിട്ടി തന്നെയാണ് കൊന്നത് എന്നാണ്. പോലീസിന് ശരിയായ വഴിയിലൂടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? ഇന്നലെ ഇത്തരത്തിൽ പ്രധാനമായും പോലീസും ഫോറൻസിക് വിദഗ്ധരും ഈ കാടിനുള്ളിൽ പരിശോധന നടത്തിയിരുന്നു. ഈ വിനു പറഞ്ഞതിന് സമാനമായ ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കാട്ടാന ആ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, കാട്ടാന ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ആക്രമണം കാട്ടാനയുടെ മൂലം ഉണ്ടായതാണോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. അതിലാണ് നിലവിൽ ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തുന്നത്. ഇത് പോലീസും വനം വകുപ്പും രണ്ട് തട്ടിലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സംഭവം നടന്ന 2 ദിവസം പിന്നിരുന്നു. അതിനുശേഷമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും അവിടെ എത്തി പരിശോധന നടത്തുന്നത്. ഇതിനിടയിൽ കാട്ടാൻ അവിടെ വന്നു പോയതാകാം. ഈ സീത മരിച്ച അന്നായിരിക്കില്ല, അത് കഴിഞ്ഞിട്ടേ ദിവസമാവാം കാട്ടാന വന്നു പോയത് എന്നുള്ള ഒരു കാര്യമാണ് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. നിരന്തരമായി കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിലെ പരിക്കുകൾ ഒന്നും തന്നെ കാട്ടാനാക്രമണത്തിൽ ഉണ്ടായതല്ല എന്ന് വനം വകുപ്പ് ഇപ്പോഴും ആവർത്തിക്കുന്നു. ആദ്യം മുതൽ അവർ ആ സംശയം പറയുന്നുമുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും അത് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. പക്ഷേ പോലീസിന്റെ നിരീക്ഷണം വെച്ച് നിൽക്കുന്നത് ഇതൊരു കാട്ടാനാക്രമണത്തിൽ ഉണ്ടായ കൊലപാതകം എന്ന തരത്തിലേക്ക് തന്നെയാണ്. പക്ഷേ ഈ ദുരൂഹത നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഈ കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വനത്തിനുള്ളിൽ നിന്ന് ഈ സ്ത്രീയുടെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കാൻ സഹായിച്ചവരുടെ ഉൾപ്പെടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കൂടാതെ ഇവരുടെ ഫോൺ രേഖകളെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്യും. കൂടാതെ ബിനുവിനെയും ഈ 2 മക്കളെയും ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. ബിനു ഇന്നലെ ആരോപിച്ചത് വനം വകുപ്പ് തന്നെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു കാര്യമാണ് ആരോപിച്ചത്. ഡോക്ടർ അതിന് കൂട്ടുനിൽക്കുന്നു. ഈ തന്നെ പ്രതിയാക്കാനുള്ള, തന്നെ ഒരു കൊലപാതകയാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിച്ചില്ല. കാട്ടാന ആക്രമണത്തിൽ തന്നെയാണ് ഭാര്യ മരിച്ചത് എന്ന് ഈ ബിനു ഉറപ്പിച്ച് പറയുകയും ചെയ്തു. എന്തായാലും പോലീസ് വലിയൊരു ആശയക്കുഴപ്പത്തിലാണ്. ഇനിയിപ്പോൾ വിശദമായ അന്വേഷണം തന്നെ നടത്തേണ്ടതായുണ്ട്. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്തായാലും പോലീസ് ഉള്ളത്. കൂടുതൽ മൊഴികൾ ഏതായാലും ഇന്ന് രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘം ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ അതിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ.